കാശ്മീർ വന്നാൽ കുങ്കുമപ്പൂവും ആൽമണ്ട്സും വാൾനട്ട്സും ഒക്കെ വാങ്ങാണ്ട് എങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ അവിടെയുള്ളൊരു ഫേമസ് ഷോപ്പിൽ തന്നെ കയറി കേട്ടോ. ആൽമണ്ട്സും കുങ്കുമപ്പൂവും വാൾനട്ട്സും ഒക്കെ വാങ്ങാനായിട്ട് എല്ലാം നമുക്ക് ആവശ്യാനുസരണം ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ചെന്നപാട് തന്നെ കാശ്മീരി സ്പെഷ്യലായിട്ടുള്ള കാശ്മീരി കാവ തരും കേട്ടോ. ഞാനതിൻ്റെ ഒരു ബിഗ് ഫാനാണ്. ഈ ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുന്നതുണ്ടല്ലോ, അതായത് ഈ ആൽമണ്ട്സും ബെറീസും ഒക്കെ നമുക്ക് ഇഷ്ടാനുസരണം വാരി കഴിക്കാൻ കേട്ടോ. അത് ഈ ഒരു ഷോപ്പിൽ നിന്ന് മാത്രമല്ല, അവിടെ എവിടെ കയറിയാലും നമുക്ക് ആവശ്യാനുസരണം ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവർ അടി നിന്ന് വിടത്തുമില്ല കേട്ടോ. ആൽമണ്ട് ചോക്ലേറ്റ്സ്, വാൾനട്ട് ചോക്ലേറ്റ്സ് എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ലോക്കൽ മാർക്കറ്റ്സിലും ഇതെല്ലാം അവൈലബിൾ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ലോക്കൽ മാർക്കറ്റ്സിനെ കാട്ടി ഇതുപോലുള്ള ഷോപ്പിൽ കുറച്ചുകൂടെ ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് കിട്ടുമെന്നാണ് തോന്നുന്നു കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു കുങ്കുമപ്പൂവിൻ്റെ ടിന്നുണ്ടല്ലോ, 5 ലക്ഷം രൂപയുടെ കുങ്കുമമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. അത്രയ്ക്ക് വിലമതിപ്പുള്ള കുങ്കുമമാണ്, ഗുഡ് ക്വാളിറ്റിയാണ് കേട്ടോ. ഞാൻ വാങ്ങിയത് ആൽപൈൻ സാഫ്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. അവിടെ ഇഷ്ടംപോലെ കടകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കടയിൽ നിന്ന് വാങ്ങാം. പക്ഷേ ആ ഷോപ്പിൽ ഓൾ ഇന്ത്യ, ഓൾ വേൾഡ് ഹോം ഡെലിവറി അവൈലബിൾ ആണ്, ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ അവൈലബിൾ ആണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. ഗുഡ് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോയത് ബാറ്റ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാണ്. കാശ്മീർ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അത്രയും പേര് കേട്ടതുപോലെ തന്നെ കാശ്മീരി വില്ലോ ട്രീ കൊണ്ടുണ്ടാക്കുന്ന ക്രിക്കറ്റ് ബാറ്റും ഭയങ്കര ഫേമസ് ആട്ടോ. നമ്മുടെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇവിടെ നിന്നാണ് ക്രിക്കറ്റ് ബാറ്റ് എത്തുന്നത്. കാശ്മീരി വില്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ട്രീ കൊണ്ടായിട്ട് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഗൈഡായിട്ടുണ്ടായിരുന്ന ആസിഫിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പാണ് ഇത്. ഇവിടെ വന്നു, കാശ്മീരി വില്ലോ ട്രീ കൊണ്ടുണ്ടാക്കുന്ന ബാറ്റ് കണ്ടു, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു, അതിൻ്റെ ഫൈനൽ സ്റ്റേജ് കണ്ടു, ഫസ്റ്റ് സ്റ്റേജ് കണ്ടു, എല്ലാം കണ്ടു കേട്ടോ. പോരാത്തതിന് വേദയ്ക്കൊരു കുഞ്ഞ് ബാറ്റ് ഗിഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. 500 രൂപ മുതൽ 5000 രൂപ വരെയുള്ള ബാറ്റും ഇവിടെ അവൈലബിൾ ആട്ടോ. നമ്മുടെ കേരളത്തിലൊക്കെ വരുന്ന ബാറ്റുകളിൽ പകുതിയും ഇവിടെ നിന്ന് വരുന്നതാണ്. അങ്ങനെ ബാറ്റ് ഫാക്ടറിയും കണ്ട് ബാറ്റും വാങ്ങി നേരെ ആപ്പിൾ തോട്ടത്തിലേക്കാട്ടോ പോയത്. ഇത് വലിയൊരു പട്ടിയിലാണ് കേട്ടോ. ടൂറിസ്റ്റുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടൊരു ആപ്പിൾ തോട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആപ്പിൾ സീസണിൽ നിറയെ ആപ്പിൾ ഉണ്ടാവും. ഇപ്പം ആപ്പിൾസ് ഒന്നുമില്ല, പകരം ആപ്പിൾ ജാം, ആപ്പിൾ പിക്കിൾ, ഗാർലിക് പിക്കിൾ, ചില്ലി പിക്കിൾ, അങ്ങനെയുള്ള കച്ചവടമാണ് ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. എനിക്ക് വലിയൊരു ഉടായിപ്പായിട്ടാണ് ഇവിടെ തോന്നിയത് കേട്ടോ. ഇവിടെ എൻട്രി ഫീയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പിക്കിളൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഇഷ്ടമാവും, കുറച്ചൊക്കെ നമ്മൾ വാങ്ങുകയും ചെയ്യും കേട്ടോ. അതാട്ടോ അവരുടെ ബിസിനസ്. അല്ല, ഇവിടെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയെന്ന് പറയാനില്ല. മേ ബി ആപ്പിളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നേനെ. ഇതൊക്കെയാണ് ഇന്നത്തെ